ആരെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കും. നാട്ടിലെ എല്ലാ പരിപാടികളിലും സജീവമായിരുന്നു ശ്രീനന്ദ. പാലക്കാട് കല്ലമ്പറമ്പിലെ കൂത്തറ വീട് ദിവസങ്ങൾക്ക് മുൻപ് വരെ ആ കളിചിരികളാൽ മുഖരിതമായിരുന്നു. എന്നാൽ ഇന്ന് ആ വീട് ശോകമൂകമാണ്. എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്ന ശ്രീനന്ദ ഇനി ഓർമ്മ മാത്രം. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന അനിയത്തിയെ കാത്തിരുന്ന ജ്യേഷ്ഠൻ സച്ചുവിന് മുന്നിലേക്ക് എത്തിയത് അവളുടെ ജീവനില്ലാത്ത ശരീരമായിരുന്നു. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ശ്രീനന്ദയുടെ അപ്രതീക്ഷിത വിയോഗം നമ്മോട് പറയുന്നത് കരുതിയിരിക്കേണ്ട ചില പാഠങ്ങളെക്കുറിച്ചാണ്. ആദ്യം ശ്രീനന്ദയെ കാണാതായ സംഭവത്തിൽ ബന്ധുക്കൾ ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ശ്രീനന്ദയെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ. എന്നാൽ ഇപ്പോൾ ബന്ധുക്കൾ പറയുന്ന ചില കാര്യങ്ങൾ വളരെ ഗൗരവകരമാണ്. അത് നമുക്ക് നൽകുന്നതും വലിയൊരു പാഠമാണ്. പഠനത്തിലും സംഗീതത്തിലും ഒരുപോലെ മിടുക്കിയായിരുന്നു ശ്രീനന്ദ. വരാനിരിക്കുന്ന വിഷുവിനോടനുബന്ധിച്ചുള്ള ക്ഷേത്രോത്സവത്തിന് കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു അവൾ. പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ കൂട്ടുകാർക്കൊപ്പം ഇതിനായുള്ള പരിശീലനവും തുടങ്ങിയിരുന്നു. എന്നാൽ എല്ലാ മോഹങ്ങളും ബാക്കിയാക്കിയാണ് അവൾ മടങ്ങിയത്. ഇവിടെ ഏറ്റവും ഹൃദയഭേദകം അവളുടെ ജ്യേഷ്ഠൻ സച്ചുവിന്റെ അവസ്ഥയാണ്. ചെറുപ്പശ്ശേരി പോളിടെക്നിക് കോളേജിലെ പരീക്ഷ എഴുതുന്നതിനാലാണ് സച്ചുവിന് സഹോദരിക്കൊപ്പം ആ യാത്രയിൽ പങ്കുചേരാൻ കഴിയാതിരുന്നത്. യാത്ര പോയ അനിയത്തിയെ കാണാതായി എന്ന വാർത്ത കേട്ടത് മുതൽ തളർന്നിരിക്കുന്ന ആ ജ്യേഷ്ഠനെ ആശ്വസിപ്പിക്കാൻ സുഹൃത്തുക്കൾക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പ്രായമായ മുത്തശ്ശനെ ഈ വിവരം ഇപ്പോഴും അറിയിച്ചിട്ടില്ല എന്നത് ആ കുടുംബത്തിന്റെ വേദനയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. അതേസമയം തന്നെ ഇപ്പോഴിതാ ശ്രീനന്ദയുടേത് അപകടമരണമാകാനുള്ള സാധ്യതയും ഉണ്ടെന്ന് പറയുകയാണ് ബന്ധുക്കൾ. മൃതദേഹം കണ്ടെത്തിയ സ്ഥലം അത് ബലപ്പെടുത്തുന്നുണ്ടെന്നും ശ്രീനന്ദയുടെ പിതാവിന്റെ സഹോദരൻ ശശികുമാർ പറയുന്നു. വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി കെട്ടിയ ബാരിക്കേഡ് മറികടന്ന് അവൾ ഒരു തവണ പാറയ്ക്കടുത്തേക്ക് പോയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപകടമണത്ത ബന്ധുക്കൾ അവളെ വിലക്കി തിരികെ കയറ്റിയതാണ്. എന്നാൽ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് അവൾ വീണ്ടും ആ കൊക്കയുടെ അരികിലേക്ക് പോയിരിക്കാമെന്നാണ് കരുതപ്പെടുന്നതെന്നും അദ്ദേഹം പറയുന്നു. ബാരിക്കേഡിന്റെ ഈ ഭാഗത്തുകൂടി ഒരുപാട് ആളുകൾ കൊക്കയുടെ അടുത്തേക്ക് കടക്കുന്നുണ്ട്. ഇതുവഴിയാണ് ശ്രീനന്ദയും പോയത്. തുടർന്ന് ഈ കാണുന്ന പാറപ്പുറത്തിരുന്ന് സുഹൃത്തുക്കൾ പകർത്തിയ ഒരു സെൽഫിയാണ് ശ്രീനന്ദയുടെ ഒടുവിലത്തെ ചിത്രം. ഇവിടെ നിന്നുമാണ് ശ്രീനന്ദയെ കാണാതാകുന്നത്. ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി സെൽഫി ഭ്രമം അല്ലെങ്കിൽ ഫോട്ടോ ഭ്രമം മാറുകയാണ്. ഒരു മനോഹരമായ ചിത്രം പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇടുക എന്ന താല്പര്യം പലപ്പോഴും ജീവനേക്കാൾ വലുതായി മാറുന്നു. ശ്രീനന്ദയുടെ കാര്യത്തിലും ആ ചിത്രം പകർത്തിയ നിമിഷങ്ങൾക്ക് ശേഷമാണ് അവളെ കാണാതാകുന്നത്. ഇത് വിരൽ ചൂണ്ടുന്നതും സാഹസികതയ്ക്ക് മുതിരുന്നതിനിടെ സംഭവിച്ച ഒരു അപകടത്തിലേക്ക് തന്നെയാണ്. തലയുടെ വലതുഭാഗത്ത് ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണമായത് എന്നാണ് പ്രാഥമികമായ നിഗമനം. 1500 അടി താഴ്ചയിലേക്ക് വീഴുമ്പോൾ മരച്ചില്ലകളിലും പാറക്കെട്ടുകളിലും തട്ടി ശരീരമാസകലം പോറലുകളും ഏറ്റിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങളും സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡുകളും നമ്മുടെ ജീവനു വേണ്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ വെറും ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മൾ അതെല്ലാം മറന്നുപോകുന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധ അല്ലെങ്കിൽ ഒരു മികച്ച ചിത്രത്തിനു വേണ്ടിയുള്ള സാഹസം തകർക്കുന്നത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളെയുമാണ്. ശ്രീനന്ദയുടെ വിയോഗം ആ വീടിന് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ഒരു പാഠമാകണം. ഇനി ഒരു കുടുംബത്തിലും ഇത്തരം കണ്ണീർ വീഴാതിരിക്കട്ടെ. വിനോദയാത്രകൾ സന്തോഷത്തിനു വേണ്ടിയാകട്ടെ, അത് മരണത്തിലേക്കുള്ള യാത്രയാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം.